ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ പാട്ടുപാചകത്തിലേക്ക് എല്ലാവരും വരിക. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മുടി വളർത്തുവാൻ വേണ്ടി മുടി നന്നായി ഇടതൂർന്ന് വളരുവാനും താരൻ മാറുവാനും മുടി നീണ്ടു വളരുവാനും വേണ്ടി ഞാനിന്നിവിടെ ഒരു എണ്ണ നന്നായി കാച്ചുകയാണ്. ഇത് പൂവൻ കുറുന്തലാണ്. നല്ല ഔഷധമാണ്, നല്ല ഒരു ഔഷധമുള്ള ഒരു മരുന്നാണിത്. അപ്പോൾ ഇത് പൂവൻ കുറുന്തലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ തലമുടിയെ നന്നായി സംരക്ഷിച്ച് നന്നായിട്ട് അതിനെ ഇടതൂർന്ന് വളർത്തി താരൻ നമ്മുടെ തലയോട്ടിൽ നിന്നും അകറ്റി മാറ്റി നന്നായി നമ്മുടെ മുടിയെ വളർത്തിയെടുക്കുവാനുള്ള ഒരു എണ്ണയാണ് ഞാനിന്നിവിടെ കാച്ചാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലെന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്നുള്ളത് കാണണ്ടേ, അതെങ്ങനെയാണ് കാച്ചുന്നതെന്നും നമുക്ക് കാണണ്ടേ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ, പൂവൻ കുറുന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി അതിനെ അരിഞ്ഞും വെച്ചിരിക്കുകയാണ്. പൂവൻ കുറുന്തൽ 2 കറിവേപ്പില, എല്ലാവരുടെയും വീടുകളിൽ കാണും, നാടൻ കറിവേപ്പിലയാണ്. 3-മതായി നഗരയില. ഇത് പല സ്ഥലത്തും പല പേരാണ്, ഇവിടെ പറയുന്നത് നഗരയില. തുളസിയില, കൃഷ്ണ തുളസിയിലയാണ്. അതുപോലെ നീലാമരി, കറ്റവാഴപ്പോള, കറ്റാർ വാഴ, ഇത് ഉലുവ. ഒരു ദിവസം വെള്ളത്തിലിട്ടിരുന്ന് ഞാൻ കുരിപ്പിച്ചെടുത്തതാണ് ഉലുവ. അപ്പോൾ ഇതിനി എങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് 1.5 കിലോ വെളിച്ചെണ്ണയാണ്. 1.5 കിലോ വെളിച്ചെണ്ണയിൽ പൂവൻ കുറുന്തൽ, നീലാമരി, തുളസിയില, ഞകരയില, കറ്റാർ വാഴ, കറിവേപ്പില, നാടൻ കറിവേപ്പിലയാണ്, പ്രത്യേകിച്ച് പറയുകയാണ്, നാടൻ കറിവേപ്പിലയാണ്. ഉലുവ ഒരു ദിവസം വെള്ളത്തിലിട്ടിരുന്ന് കുതിർത്തത്, അത് കിളിച്ചിട്ടുണ്ട്, കിളിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്? ഹായ് ഹലോ, ഞാൻ ഈ 4 കറ്റവാഴപ്പോള എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴ പല സ്ഥലത്തും പല പേരുകളാണ്, ഇതിന് ഒരുപാട് പേരൊക്കെയുണ്ട്. അപ്പോൾ ഇത് 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജെല്ല് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. സ്പൂണ് 8 സ്പൂണിൻ്റെ ഈ സൈഡ് കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാടുണ്ട്, അത് ഒരുപാടുള്ളത് അത്രയും ഗുണം നമുക്കത് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, ഞാൻ എണ്ണ കാച്ചാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലാണ് എണ്ണ കാച്ചുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ജെല്ല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന്
ഒന്ന് ചെറുതായിട്ടൊന്നില്ല തൈര് ഉടയ്ക്കും പോലെ നമുക്കൊന്ന് അതിനെ ഒന്ന് അടിച്ചൊന്ന് പതപ്പിക്കാം. ഇനി നമുക്കതിലേക്ക് നീലാമരിയും പൂവൻകുറുന്തലും പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇതിൽ കറ്റാർ വാഴയുടെ ജെല്ലും നീലാമരി പൂവൻകുറുന്തൽ 3 ഐറ്റം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, അതായത് തേങ്ങ ആട്ടിയ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 കിലോ എണ്ണയാണ് ഞാനിപ്പോഴും ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടി കലക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇനി കറിവേപ്പിലയും ഞകരിയിലയും പൊടിച്ചത്. എപ്പോഴും ഈ പച്ചമരുന്നുകളെന്ന് പറഞ്ഞാൽ പച്ച സാധനം തന്നെ പച്ചയായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നതാണ് വളരെ ഗുണകരമായ സാധനം. ഗുണം കൂടുതൽ ചെയ്യുന്നത് അതിനാണ്. ഞാൻ ഉണക്ക സാധനം വാങ്ങി ഉണങ്ങിയ സാധനങ്ങളൊന്നും എടുത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനിങ്ങനെ പച്ച സാധനം അപ്പോഴും ഉഴുതും പിച്ചിയും എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോഴിതിലേക്ക് നാടൻ വെളിച്ചെണ്ണ, വീട്ടിലാട്ടുന്ന എണ്ണ 1.5 കിലോ, അതിലേക്ക് കറ്റാർ വാഴയുടെ ജെല്ല് 4 കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തണ്ട്, അതിൻ്റെ ജെല്ല്, കറിവേപ്പില, ഞകരിയില, നീലാമരി, പൂവൻകുറുന്തൽ, ഇത്രയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി കലക്കിയിട്ടുണ്ട്. കലക്കുന്ന കട്ട പിടിക്കാതിരിക്കാനാണ്. ജെല്ല് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് ഇതിലേക്കൊന്ന് ചേരുകയും വേണം. നമുക്കത് ഒന്നുമില്ല അതിൽ. ഇനി നമുക്കൊരു സ്പൂൺ ഇട്ട് ഇളക്കാം. ഇനി നമുക്കിത് എണ്ണ കാച്ചാൻ കൊണ്ടുപോകാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് എണ്ണ കാച്ചാം. ഇനി ഇത്രയും സംഭവങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ചേർത്ത് ഇതെല്ലാം യോജിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എണ്ണ കാച്ചുന്നതിലാണ് ഇരിക്കുന്നത്. എണ്ണ ഒരുപാട് മൂത്തും പോകരുത്, മൂക്കാതെ ഇരിക്കരുത്. ആ പരുവമാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാനുള്ളത്. ഹലോ കൂട്ടുകാരെ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ എണ്ണ എടുത്ത് അതിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1.5 കിലോ വെളിച്ചെണ്ണയ്ക്കാണ് ഞാൻ ഇത്രയും മരുന്നുകൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. പേരിന് വേണ്ടി മാത്രമല്ല ഞാനിത് ചെയ്യുന്നത്, ഉപയോഗപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് ഞാനിതിൽ പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും നോക്കിക്കണ്ട് തന്നെ ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം എണ്ണ തലയോട്ടിയിൽ പിടിപ്പിച്ചാൽ മതി. അത് തലയോട്ടിയിലും മുടിയിലും പിടിപ്പിക്കാം. പക്ഷേ മുടിയിൽ തലയോട്ടി പിടിപ്പിച്ചതിന് ശേഷം മുടിയിൽ പിന്നെ ആ കൈ കൊണ്ട് നമ്മൾ മുടിയിലിട്ടൊന്ന് ഇതാക്കിയാൽ മതി. ഈ 2 ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ തലയോട്ടിൽ നന്നായിട്ട് 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ജോലി തിരക്കുള്ളവരില്ല, തിരക്കില്ലാത്ത ദിവസം നോക്കി വേണം ഇത് ചെയ്യാനുള്ളത്. നിങ്ങൾക്കിത് നല്ല ഒരു ഫലമാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നോക്കി
നല്ലതുപോലെ ഇത് ചെയ്ത് തലയിൽ പുരട്ടി നന്നായിട്ട് മുടി നല്ല ഞെരുക്കത്തോടു കൂടി വളരുവാനും താരത്തെ ആട്ടി ഓടിക്കുവാനും മുടി നന്നായി വളരുവാനുമുള്ള ഒരു എണ്ണയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, വെറും വാക്കല്ല. ഇത് നിങ്ങൾ 2 ആഴ്ച നിങ്ങളിത് തേക്കുമ്പോൾ, അത് ഞാൻ 2 ആഴ്ച പറയുന്നു എങ്കിലും ഒരാഴ്ചയാകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെയാണ് പറഞ്ഞത്, ചേച്ചി ഇത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല. ഞാൻ ഇഷ്ടംപോലെ ഞാൻ ഈ എണ്ണ കാച്ചി ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂട്ടുകാരെ കണ്ടല്ലോ, ഞാൻ കാച്ചുന്ന എണ്ണ നന്നായി തിളയ്ക്കുന്നുണ്ട്. നമ്മളിത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ അരിയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ അരി ഇട്ട് മൂത്ത് അത് മൂത്ത് വന്നൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന മരുന്ന് അത് തന്നെയാണ് നമ്മുടെ ഈ എണ്ണ മൂക്കുന്നതിൻ്റെ അളവ് നമുക്ക് പറഞ്ഞു തരുന്നത്. കറക്റ്റ് മൂപ്പാവുമ്പോഴത്തേക്ക് നമുക്കത് ഇതിൻ്റെ മരുന്നുകൾ, ആ ഇലകൾ, നമ്മൾ പൊടിച്ചിട്ടിരിക്കുന്ന ആ സാധനം, ആ മരുന്നുകളെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ആ എണ്ണയിൽ കിടന്ന് തന്നെയാണ് പിന്നെ ആ പച്ചമരുന്നെല്ലാം ഇതിനകത്ത് മൂത്ത് കറക്റ്റായി വരുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് കുരുപ്പിച്ച് വെച്ചിരുന്ന ഉലുവ കുരുപ്പിച്ച് അതിനെ പൊടിച്ചെടുത്തതാണ്. അതിനെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കുരുപ്പിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉണക്കി വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ആ ഉലുവായ്ക്ക് എന്ന് പറയാം, അതിനെക്കാട്ടി കുറച്ചുകൂടി വൈറ്റമിൻ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഫലം നമുക്കിതിലേക്ക് കിട്ടുവാൻ വേണ്ടിയാണ് ഒന്ന് കുരുപ്പിക്കുന്നത്. കുരുപ്പിച്ചെടുത്തിട്ട് അതിനെ പൊടിച്ച് അതിനെ റെഡിയാക്കി ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിറ്റാമിൻ നല്ലതുപോലെ അതിലേക്ക് ഇറങ്ങുന്നതാണ്. മുടിക്ക് ഏറ്റവും നല്ലതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ മരുന്നുകളും ഒന്നിനൊന്ന് മിച്ചമാണ്. അതുകൊണ്ട് നമ്മൾ എണ്ണ കാച്ചുന്നത് എപ്പോഴും നമ്മൾ ആ എണ്ണ കാച്ചിക്കൊണ്ട് തന്നെ അവിടെ നിൽക്കണം. അതിൻ്റെ പരുവമുണ്ട്, ആ പരുവം തെറ്റാൻ പാടില്ല. എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ആരും എങ്ങോട്ടും പോകരുത്. നമ്മുടെ എണ്ണയുടെ രീതി അങ്ങ് മാറും. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് നമുക്ക് എണ്ണ കാച്ചി എടുക്കാവുന്നതാണ്. നല്ല മണം വരുന്നുണ്ട്. കൈതോന്നി ഇപ്പോഴ് കിട്ടാൻ പാടാണ്. ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ചേർക്കണമെന്നില്ല. ചേർത്താലും നല്ലത് തന്നെയാണ്, അത് ചേർത്തില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന മരുന്നുകളെല്ലാം നല്ല വൈറ്റമിൻ സാധനങ്ങളാണ്. നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ഉത്തമമായ പച്ചമരുന്നുകളാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫലം നന്നായിട്ട് 2 ആഴ്ച എത്തുന്നതിന് മുന്നേ ഇതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ തലയോട്ടിയിൽ ഈ എണ്ണ തേച്ച് 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. തലയോട്ടിക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഈ മരുന്ന് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് മുടി നന്നായിട്ട് വളർന്ന് നമുക്ക് വരും. മുടിക്ക് ഞെരുക്കമില്ലാത്തവർക്കെല്ലാം മുടി ഞെരുക്കം ഉണ്ടാകും. ഇടതൂർന്ന് നന്നായിട്ട് വളരും, താരം മാറും. ഈ മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞത് ഒരാഴ്ച, ഈ 2 ദിവസം തേക്കുമ്പോൾ തന്നെ 2ാമത്തെ ആഴ്ചയിൽ ഇതിൻ്റെ റിസൾട്ട് അവർ മനസ്സിലാക്കും. താരനും മുടി കൊഴിച്ചിലും പാടെ മാറും. ഇത് വെറുതെ പറയുന്നതല്ല, വെറുതെ ഒരു വാക്ക് ഞാൻ പറയുന്നതല്ല. എൻ്റെ എണ്ണയുടെ ഫലത്തെക്കുറിച്ച് ഞാൻ പറയുന്നതാണ്. എണ്ണ മൂത്ത് എല്ലാം റെഡിയായി അത് ഭരണിയിലൊക്കെ കുപ്പിയിലൊക്കെ ആയതിനു ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം.
ഒന്നും ആയിട്ടില്ല, നല്ല മണം വരുന്നുണ്ട്. മൂക്കാറൊന്നും ആയിട്ടില്ല, പകുതി മൂപ്പ് പോലും ആയിട്ടില്ല. എണ്ണ മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ഏത് പരുവമായെന്ന് നമുക്ക് നോക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ എണ്ണ പകുതി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഇടേണ്ട കാര്യമില്ല. ഇനി ബാക്കി അതിനകത്തിരുന്നാണ്, ആ എണ്ണയിൽ കിടന്നാണ് ഇനി ബാക്കി മൂക്കുന്നത്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ, സാദാ ഉലുവ പൊടിച്ചു വെച്ചിരുന്നത് നമുക്ക് അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതെന്തിനെന്ന് വെച്ചാൽ അതൊരു നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. ഇനി അതിനകത്തിരുന്ന് ഇനി ബാക്കി പച്ചമരുന്നുകൾ ബാക്കി അത് നല്ല സെറ്റായിട്ട് മൂത്തിങ്ങി വരും. എണ്ണ പകുതി തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ആവശ്യമായ ഒരു മരുന്ന് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിനാവശ്യമായ ഒരു മരുന്നെന്ന് പറയുമ്പോൾ യുവാൻ മരുന്നാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നല്ല വൈറ്റമിൻ ഗുളികയാണിത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 1.5 കിലോ എണ്ണയ്ക്ക് ഇത് 15 ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 15 ഗുളിക ഇതിലേക്ക് പൊട്ടിച്ച് ഞാനിത് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഗുളിക പൊട്ടിച്ച് ചൂട് സമയത്താണെങ്കിലും, ചൂട് സമയത്ത് ഈ കൈ കാലുകളെല്ലാം മുരിഞ്ഞ് പൊരിഞ്ഞ് അങ്ങോട്ടൊക്കെ വരുമല്ലോ, ആ സമയത്ത് ആ ടൈമിൽ നമുക്കിത് പൊട്ടിച്ച് നമ്മുടെ കയ്യിലും കാലിലും മുഖത്തും എല്ലാം ഇടാം. അതല്ലാത്ത സമയത്ത് നമ്മുടെ മുഖത്തെല്ലാം ഇത് പൊട്ടിച്ച് നമ്മളുടെ മുഖകാന്തിക്കൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്. അതുപോലെ ഇത് നല്ലൊരു വൈറ്റമിൻ മരുന്നാണ്. ഈ മരുന്ന് നമുക്ക് തലയോട്ടിക്കും അത് ഉള്ളിലേക്ക് നമുക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഹലോ കൂട്ടുകാരെ, ഞാൻ 2 അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒത്തിരി വലിയൊരു ഹോളാണ്. ഇത് നൈസായ ഹോളാണ്. അപ്പോൾ 2 അരിപ്പ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒഴിച്ച് ഇതിലേക്ക് അരിച്ച് തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ നമുക്കതിലേക്ക് ഒഴിക്കാവുന്നതാണ്. കൂട്ടുകാരെ, ഞാൻ ഇത്രയും അരിപ്പിൽ അരിച്ചെടുത്തു. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായി മുറുക്കി പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ചെറിയ ചൂടുണ്ട്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ എണ്ണ തയ്യാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് ചേർക്കേണ്ടുന്ന മരുന്നും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്കാക്കാം. ഹലോ കൂട്ടുകാരെ, എണ്ണ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എണ്ണയുടെ നല്ല നിറം കണ്ടോ, നല്ല അടിപൊളി സെറ്റ് ഒരു പച്ച നിറം, സൂപ്പർ നിറം, സൂപ്പർ മണം, അടിപൊളി എണ്ണയാണത്. അപ്പോൾ ഹലോ കൂട്ടുകാരെ, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെയാണ് എണ്ണ കാച്ചേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ചെടുത്ത് അതിൻ്റെ മരുന്നുകളാണിത്, കൂട്ടുകളാണിത്. അത് അരിച്ച് തയ്യാറാക്കി മാറ്റിയ എണ്ണയാണിത്. അപ്പോൾ ഈ എണ്ണ ഞാൻ കാച്ചി തുടങ്ങിയിട്ട് 4 വർഷമായി. അപ്പം ഇതിനൊരു പരസ്യമോ ഇതിന് മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം 4 വർഷമായെങ്കിലും ഞാൻ പറഞ്ഞു തരാം എവിടേക്കാണ് എൻ്റെ എണ്ണ ഓടുന്നതെന്നുള്ളത്. എറണാകുളം, ആലുവ, കടയ്ക്കൽ, നഗരൂര്, കല്ലമ്പലം, വർക്കല, നാവായിക്കുളം, പറകുന്ന്, പാരിപ്പള്ളി, ഇനി സ്ഥലങ്ങളുണ്ട്.
അപ്പോൾ ഈ പരിസരത്ത് തന്നെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു 4 പേര് എൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഈ വാങ്ങുന്നവരെല്ലാവരും രഹസ്യമായിട്ട് തന്നെ ഉപയോഗിച്ച് വീണ്ടും വന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ച് പറയും, വീണ്ടും ഞാൻ കാച്ചി ഇതുപോലെ ഞാൻ ഓരോരുത്തർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ എണ്ണ. പക്ഷേ ഇതാരും പുറം ലോകത്തോട്ട് ആരും പറയുന്നില്ല, തമിഴ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരും പറയുന്നില്ല. കാരണം രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. കാരണം സ്ത്രീകളുടെ ഒരു ഇതാണല്ലോ അത്. കാരണം എൻ്റെ മുടി എനിക്ക് ശരിക്കും വളരണം എന്ന് എനിക്കല്ലേ ആഗ്രഹം കാണും, അത് മറ്റാരും അറിയരുത് എന്നുള്ള ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതുവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 4 വർഷമായി ഞാൻ ഈ എണ്ണ കാച്ചി തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാ പേരും കൂട്ടുകാരെ ഇത് തയ്യാറാക്കി നിങ്ങൾ 2 ആഴ്ചക്കകത്ത് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരാഴ്ച ആകുമ്പോഴത്തേനെയും മുടിയുടെ പൊഴിച്ചിൽ പാടെ മാറുന്നതാണ്. മുടി പൊഴിച്ചിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളിതിൻ്റെ റിസൾട്ട് കറക്റ്റായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വന്നിരിക്കും. അതുപോലെ അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.